റിലേഷൻഷിപ്സ് ആർ എഫെമറൽ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്സ് ഒന്നും എഫെമറൽ അല്ല, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ട്. ചില ആളുകൾ ചില കാര്യങ്ങൾ അസ്വസ്ഥപ്പെടുത്തി എന്നുള്ളത് ഈ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഫിലോസഫി അത് സക്സസ്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ആയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരുന്നത്. സിനിമ കാരണമാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് പറയുന്ന ഡിസ്കഷൻസിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആൾക്കാരുണ്ടാവാം. ടൈറ്റിൽ ആദ്യം ഇതൊന്നും അല്ലായിരുന്നു. ആദ്യം എഴുതുന്ന സമയത്ത് വേറൊരു ടൈറ്റിലായിരുന്നു. പിന്നീട് വൺസ് പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയ സമയത്ത് അത് ഞാൻ അത്ര ഹാപ്പി അല്ലായിരുന്നു ആ ടൈറ്റിലേക്ക്. അതെന്താന്ന് പറയാൻ പറ്റുമോ? പറയുന്നില്ല. നാരായണീന്റെ 3 ആൺമക്കൾ എന്ന സിനിമയുടെ സംവിധായകൻ ശരൺ വേണുഗോപാലാണ് നമ്മുടെ കൂടെ. ഹായ്. ഇപ്പം സിനിമ OTT-ൽ ഇറങ്ങിയതിന് ശേഷം കുറേ അധികം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പടം എടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ചർച്ച പ്രതീക്ഷിച്ചിരുന്നു? എല്ലാ ഫിലിം മേക്കേഴ്സിനും അവരുടെ സിനിമകൾ എല്ലാവരും കാണണം, ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെ ആയിരിക്കുമല്ലോ ആഗ്രഹം. അതുപോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, ആളുകൾ കാണണം, ഇഷ്ടപ്പെടണം എന്നുള്ളത്. പിന്നെ ചർച്ചകൾ ഇപ്പം നമ്മൾ എഴുതുമ്പോൾ അറിയാലോ, ഇതിൽ ഒരുപാട് ഡെലിക്കേറ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് നമ്മൾ പരാമർശിക്കുന്നുണ്ട്, അതിനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആളുകൾ എത്തിയാൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഇങ്ങനത്തെ ഡിസ്കഷൻസ് ഉണ്ടാവുന്നൊക്കെ ഉള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. ഈ ആതിരയുടെയും നിഖിലിന്റെയും ആ ഒരു പോർഷൻ തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്ന് തോന്നിയിരുന്നു? തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടുന്ന തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വന്നൊരു രീതിയിൽ തന്നെയാണ്. ഇപ്പം തിയേറ്ററിലൊക്കെ ആൾക്കാർ പോയി കാണുമ്പോൾ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു OTT-ൽ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു 3-4 ദിവസങ്ങളിലായിരുന്നു ഈ വഴിയിലുള്ള ഒരു ചർച്ചകൾ നടന്നത്. അതായത് അവരുടെ റിലേഷൻഷിപ്പിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചർച്ചകളായിരുന്നു ആ ദിവസങ്ങളിൽ കൂടുതലും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ടുള്ള സിനിമയിലുള്ള ബാക്കി ലേയേഴ്സും ബാക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ ചർച്ചകൾ ഇപ്പൊ എത്തി നിൽക്കുന്നതിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഈ മുറപ്പെണ്ണ് എന്ന് പറയുന്ന സമ്പ്രദായം നമ്മുടെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിനു മുന്നേയും ഇങ്ങനെയുള്ള സിനിമകൾ വന്നിട്ടുണ്ട്, അത് ആൾക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ നിഖിലിന്റെയും ആതിരയുടെയും കാര്യത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ ഇത് കൂടുതൽ ഡിസ്റ്റർബിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്? അത് അങ്ങനെ ഒരു മുറപ്പെണ്ണെന്ന് പറഞ്ഞ ഒരു റിലേഷൻ അല്ല അവർ തമ്മിലുള്ളത്. എന്തുകൊണ്ടായിരിക്കാന്നുള്ളത് ആ ചർച്ചകൾ വായിച്ചാലൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പം നമുക്കിപ്പം എന്താണ് സർട്ടൻ ആൾക്കാർ ചില രീതിയിൽ സംസാരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും കൂടെ ഇപ്പം ചില കാര്യങ്ങൾ ചില സിനിമകളിൽ നമ്മൾ അസ്വസ്ഥരാക്കും. ഇപ്പം ആ സീന് ഈ പെർട്ടിക്കുലർ സീനിനെ കുറിച്ച് പരാമർശിക്കുമ്പം അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്. അങ്ങനെ ഒരു റൊമാൻറ്റിസൈസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജറി ഒന്നും അല്ല ഒരു പെർട്ടിക്കുലർ സീനുള്ളത്. അത് ചെറിയ രീതിയിൽ ഡിസോറിയന്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ക്യാമറ ആംഗിളൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്നതും. അതിന്റെ ഒരു നറേറ്റീവ് ആർക്കിലും അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പം അലൻസിയറുടെ ക്യാരക്ടർ മേലിലേക്ക് കയറി വരുന്നു, ഇവിടെ ഇത് നടക്കുന്നു. അപ്പം തീർച്ചയായിട്ടും അത് അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരു പോയിന്റ് ആണ് ആ കഥയിൽ. അപ്പൊ അത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുമല്ലോ. മലബാറിലെ തീയ സമുദായത്തിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള രീതിയിൽ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കുന്നുണ്ടായി. അങ്ങനെ ആ രീതിയിൽ തന്നെയാണോ അത് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതും ആൾക്കാരുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണോ? ഇപ്പൊ ഇതിന്റെ ഒരു കാസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ പലപ്പോഴും നമ്മുടെ ചില കാഴ്ച സമ്പ്രദായങ്ങൾ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ അതിലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയതാണ് ഇപ്പൊ ഒരു തറവാട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അപ്പൊ അത് പലപ്പോഴും നമ്മുടെ സിനിമകളിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഒരു അപ്പർ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് സിസ്റ്റം ആ ഒരു മില്യൂലാണ് പലപ്പോഴും ഈ കഥകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ഡിഫറെന്റ് ആയിട്ട് അതിനൊരു ഇന്റർപ്രിട്ടേഷൻ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതായിരുന്നു അതിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. പിന്നീട് ആ കാസ്റ്റിലേക്ക് നമ്മൾ ഇറങ്ങുന്നു, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നു, അവരുടെ ചരിത്രത്തിനെ കുറിച്ചും ബാക്ക് സ്റ്റോറീസിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ആ ഒരു ഇന്റർപ്രിട്ടേഷൻ കറക്റ്റ് തന്നെയാണ്. അല്ല, അതില് അവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനില് സുരാജ്, അതായത് ഭാസ്കറിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട് നമ്മൾക്കും ജാതീയത ഉണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ പൊതുവെ നമുക്കൊരു ധാരണയുണ്ടല്ലോ, അതായത് ഈ ഉയർന്ന ജാതിക്കാർ അല്ലെങ്കിൽ ഈ സോക്കോൾഡ് ഉയർന്ന ജാതിക്കാർക്ക് മാത്രമാണ് ഈ ജാതീയത ഉള്ളതെന്ന്. അപ്പൊ അതിനൊരു ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആയിരുന്നു അത്. തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ തന്നെ ചുറ്റും നോക്കിയാൽ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിന്നൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു സീനിലുള്ളതും പിന്നെ പൊതുവെ ആ സിനിമയിലുള്ളതും. ഈ OTT റിലീസിന് ശേഷം ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ ജോജു എഫെമറൽ എന്ന് പറയുന്ന ഒരു വേർഡിനെ പറ്റി പറയാണ്. അപ്പോൾ എൻ്റെ ഒരു അതായത് ഈ വേർഡിൽ നിന്നാണോ സിനിമ ഉണ്ടായിട്ടുള്ളത്, അതായത് വെരി ഷോർട്ട്
ലാസ്റ്റ് ചെയ്യാത്ത റിലേഷൻഷിപ്പ്, ആ വേർഡിൽ നിന്നാണോ സിനിമ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിലേക്ക് ആ വേർഡ് വരികയായിരുന്നു? ആ വേർഡിൽ ഒന്നുമല്ല സിനിമ ഉണ്ടായത്. പക്ഷേ ആ ആ ഒരു വേർഡ് കുറെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പം റിലേഷൻഷിപ്സ് ആർ എഫെമറൽ എന്ന് പറയുമ്പോൾ എല്ലാ റിലേഷൻഷിപ്സ് ഒന്നും എഫെമറൽ അല്ല, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ട്. പക്ഷെ എന്നാൽ കൂടെ ആ ഒരു ആ, ആ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇപ്പം എഫെമറൽ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ട്രാൻസിയന്റ് എന്നൊക്കെ പറയുന്ന പോലെ നിലനിൽപ്പില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് ഒരുപാട് ഫിലോസഫിക്കലി ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വായിക്കാറുണ്ട്, അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിക്കാറുണ്ട്. അപ്പം നമ്മുടെ ചുറ്റും നടക്കുന്ന കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പം ആ ഒരു എഫെമറാലിറ്റി എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ആ സമയത്ത് ജോജുവിന് പറയാൻ പറ്റിയ ഏറ്റവും എന്താ പറയാ, ഒരു നമ്മൾ ചില കാര്യങ്ങളെ സമ്മറൈസ് ചെയ്യാന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു കാര്യമായിട്ട് തോന്നി. ആ സമയത്ത് ജോജു അത് പറയുമ്പം ഞാൻ ആദ്യം എടുത്തത് ജോജു ഈ നാരായണിയുടെ മൂന്ന് ആൺമക്കൾ, അതായത് ഇവരുടെ സഹോദരങ്ങളെ പറ്റിയാണ് പറയുന്നത്. ആക്ച്വലി ഇത് ആതിരേനോടും നിഖിലിനോടും കൂടിയുള്ള ഒരു ഇതാണോ അത്? ഉറപ്പായിട്ടും അതിനെ നിഖിലിനെ അഡ്രസ് ചെയ്തിട്ട് തന്നെയാണ് ആ കോൺവെർസേഷൻ വരുന്നത്. അപ്പൊ ഒരുപക്ഷെ അവരുടെ ഇടയിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവുക സേതുവിനായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ അതിനെ അഡ്രസ് ചെയ്യണം, അതിനൊരു വാർണിംഗ് എന്ന് വിളിക്കണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അതിനൊരു അഡ്രസ് ചെയ്തത് സേതുവാണ് അവിടെ. ഇപ്പം ഇപ്പം നമ്മൾ സംസാരിച്ചതും ഈ ചർച്ചകളും മൊത്തത്തിൽ ഈ നാരായണീന്റെ മൂന്ന് ആൺമക്കൾ എന്ന് പറയുന്ന സിനിമ ഈ ആതിരയുടെയും നിഖിലിന്റെയും സബ് പ്ലോട്ടിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയ പോലെ തോന്നുന്നുണ്ടോ? ഇല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ ആ ഒരു കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ അതൊരു നടന്നിട്ടുള്ളൂ. അപ്പം ചില ആളുകൾ ചില കാര്യങ്ങൾ അസ്വസ്ഥപ്പെടുത്തി എന്നുള്ളത് ഈ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യത്തിന്റെ, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഫിലോസഫി അത് സക്സസ്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ആയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം അമലെന്നെ ചോദിച്ചു, ഇപ്പം എൻ്റെ കാസ്റ്റിനെ കുറിച്ച് ചോദിച്ചു, അല്ലെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്സിനെ കുറിച്ച് ചോദിച്ചു, അല്ലെങ്കിൽ ഈ എഫെമറാലിറ്റീനെ കുറിച്ച് ചോദിച്ചു. ഇനിയുണ്ട് ചർച്ച ചെയ്യപ്പെടുന്നതും പെടാതിരിക്കുന്നതും, അത് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ ഇത് വഴിതിരിയുന്നു എന്നുള്ളതിൽ ഹാപ്പി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഒരു 3-4 ദിവസം കറക്റ്റാണ്, അത് ഇതിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഒരു ഡിഫറെന്റ് റീഡിങ്സിനുള്ള ഒരു ആർട്ട് ഫോം ആണല്ലോ. ഓക്കെ. ഇതില് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ചർച്ച, അതായത് സിനിമ ആൾക്കാരെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട്. ഒരു സംവിധായകൻ എന്ന നിലയിൽ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അതായത് ആൾക്കാരെ സിനിമ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യും, അതിലവർ അട്രാക്റ്റഡ് ആയിട്ട് അവരത് സ്വന്തം ജീവിതത്തിലേക്ക് എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം എല്ലാരെയും എല്ലാ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നില്ല. ചിലരെ ചില കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. പിന്നെ ഇംപ്രഷനബിൾ ആയിട്ടുള്ള മൈൻഡ്സ് ഉണ്ട്. അതിപ്പം ചെറിയ കുട്ടികളൊന്നും മാത്രമല്ല, വലിയ ആൾക്കാരിലും ഇംപ്രഷനബിൾ ആയിട്ടുള്ള മൈൻഡ്സ് ഉണ്ട്. കാരണം സിനിമ പവർഫുൾ ആയിട്ടുള്ള ഒരു മീഡിയമാണ്. അപ്പോൾ നമ്മളെ തന്നെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന, വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, വല്ലാതെ ആകർഷിക്കുന്ന സിനിമകളൊക്കെ ഉണ്ട്. അതിപ്പം ഒരു മോശം രീതിയിലുള്ള ഇതല്ല ഞാൻ പറയുന്നത്, ഒരു വലിയ രീതിയിലുള്ള ഫിലോസഫിക്കൽ ഡിസ്കഷനിലേക്കും ഒരു ഡിസ്കോഴ്സിലേക്കൊക്കെ നയിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയോ ഒരു നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് ഈ മീഡിയത്തിന്. അപ്പോ പക്ഷേ ഈ ടോട്ടലി ഇൻഫ്ലുവൻസ്ഡ് ആവുക എന്ന് പറയുന്നത് നമ്മുടെ കൂടി ഒരു പ്രശ്നമല്ലേ? അല്ല, ഡെഫിനറ്റ്ലി അതാണ് ഞാൻ പറയുന്നത്, ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് സിനിമ കാരണം സിനിമ കാരണമാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് പറയുന്ന ഡിസ്കഷൻസിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആൾക്കാരുണ്ടാവാം. ഈ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇവരുടെ 3 പേരുടെ, അതായത് ഈ 3 ബ്രദേഴ്സിന്റെ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. കാരണം ആ നാട്ടിൽ ജീവിക്കുന്ന ജോജുവിന്റെ കോസ്റ്റ്യൂമും ഒരു എംപ്ലോയിഡ് ആയിട്ടുള്ള ആളെന്ന് തോന്നിക്കുന്ന അലൻസിയർ ക്യാരക്ടറും, പിന്നെ സുരാജിന്റെ ക്യാരക്ടർ, അതായത് ഒരു കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ഒരു ടീഷർട്ട്, അതായത് ആ ഒരു ഏജിലുള്ളവർ ധരിക്കുന്ന, പുറത്ത് പോയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള രീതിയിൽ, അതെനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു അവരുടെ ഒരു ഡ്രസ്സിങ്. പക്ഷെ ഈ നടക്കുന്ന ചർച്ചകളിൽ ഇവരുടെ ഭാഷയില് കൊയിലാണ്ടി സ്ലാങ് ഇല്ല എന്നുള്ളൊരു സാധനം. ഞാൻ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഇത് വായിച്ചിരുന്നുള്ളൂ. അപ്പൊ അതില് ആ വായിച്ച കുറിപ്പിൽ എനിക്ക് വായിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഈ സേതുവിന്റെ ക്യാരക്ടറിൽ അത് നാച്ചുറൽ ആയിട്ട് തോന്നി, അങ്ങനെ ഒരു സ്ലാങ് വ്യത്യാസം അങ്ങനെ ഒരു പിക്ക് ചെയ്ത് എടുക്കാൻ പറ്റാത്തൊരു രീതിയും. പക്ഷെ നേരെ മറിച്ച് മറ്റവരുടെ രണ്ടുപേരുടെയും അത് ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയെന്നായിരുന്നു ആ പെർട്ടിക്കുലർ കുറിപ്പിൽ ഞാൻ വായിച്ചിരുന്നത്.
അപ്പൊ അതിൽ എനിക്ക് പറയാനുള്ളത് again ഇപ്പം ഈ പറഞ്ഞ ഉത്തരത്തിൽ തന്നെ ഉണ്ട്. ഇവർ രണ്ടുപേരും പുറത്തു പോയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയി. ഇപ്പം ഞാൻ കോഴിക്കോട് എന്താ പറയാ എന്റെ ചെറുപ്പകാലം മുഴുവൻ അവിടെയാണ് ചെലവഴിച്ചത്. അപ്പൊ എനിക്ക് പക്ഷെ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു കോഴിക്കോട് സ്ലാങ് ഒന്നുമില്ല. ഇല്ല. ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇവിടെ ട്രിവാൻഡ്രത്ത്. അപ്പൊ ഞാൻ ഇവരുടെ വീട്ടിലും അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ആയിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ സിനിമയിൽ കാണുന്ന ഒരു ഒരു ടിപ്പിക്കൽ ട്രിവാൻഡ്രം സ്ലാങ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും ആരും സംസാരിക്കാറില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെയും ഇപ്പം ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ കൊയിലാണ്ടി എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് പേരെ അറിയാം. ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും ആ ഒരു ടിപ്പിക്കൽ എന്താ പറയാ സ്ലാങ് വേണമെന്ന് നിർബന്ധം പിടിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അല്ലാത്തവരും അവിടെ ഒരുപാട് പേരുണ്ട്. അത് നമ്മള് എന്താ പറയാ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാത്രം കാണുന്നോണ്ടുള്ള പ്രശ്നമാണ്. ഒരുപാട് മിക്സ്ചർ ഓഫ് കൾച്ചേഴ്സ് നമ്മുടെ സിറ്റീസിൽ മാത്രമല്ല, ഇപ്പൊ സ്മോൾ ടൗൺസിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ എ സി റൂംസ് എന്നൊക്കെ പുറത്തിറങ്ങിയാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ സിനിമകൾ അങ്ങനെ ഒരു എന്താ പറയാ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലേക്ക് കാണിക്കരുതെന്നാണ് എന്റെയും ഒരു അഭിപ്രായം. ഇപ്പം ചില റീജിയൻസിന് ഇപ്പൊ ട്രോളുകൾ വരാറുണ്ട്. ചില പെർട്ടിക്കുലർ ടിപ്പിക്കൽ സ്ലാങ്സിൽ സംസാരിക്കുന്ന ആൾക്കാർ അത് മനസ്സിലാവില്ല. അപ്പൊ ആ രീതിയിലുള്ള ട്രോളുകളൊക്കെ വരുന്നുണ്ടല്ലോ. പക്ഷെ അതൊക്കെ മാറി. ഇപ്പം അത് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഒരു യങ്ങർ ജനറേഷൻ മാത്രമല്ല, ഈവൻ ഒരു എൽഡർ ജനറേഷനിലും അങ്ങനെ സംസാരിക്കാത്ത ആൾക്കാരും അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഓഫ് അതർ സ്ലാങ്സ്, അതർ കൾച്ചേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അത് റിയാലിറ്റിയാണ്. പിന്നെ സിനിമയില് ഇപ്പം അങ്ങനെ തന്നെ പിടിക്കണം, അങ്ങനെ വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നാരായണീന്റെ മൂന്നാൺമക്കൾ എന്നല്ലാതെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വേർഡ് ജോജു പറയുന്ന ആ വേർഡ്, അതുപോലെ വേറെ ഏതെങ്കിലും ടൈറ്റിൽ ചിന്തിച്ചിരുന്നോ? ടൈറ്റിൽ ആദ്യം ഇതൊന്നും അല്ലായിരുന്നു. ആദ്യം എഴുതുന്ന സമയത്ത് വേറൊരു ടൈറ്റിലായിരുന്നു. പിന്നീട് വൺസ് പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയ സമയത്ത് അത് ഞാൻ അത്ര ഹാപ്പി അല്ലായിരുന്നു ആ ടൈറ്റിലേക്ക്. അതെന്താണ് പറയാൻ പറ്റുമോ? ഇല്ല, പറയുന്നില്ല. അതങ്ങനെ ഇരിക്കട്ടെ. കാരണം അത് ഞാൻ പറയാം, അതിലേക്ക് വരാം. പിന്നീട് രണ്ടാമത് വേറൊരു ടൈറ്റിലേക്ക് വന്നു. പ്രീ പ്രൊഡക്ഷന്റെ കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെയായിരുന്നു നമ്മള് ഇപ്പം ഈ ഡോക്യുമെന്റ്സിലൊക്കെ ഉണ്ടായിരുന്നത്, സ്ക്രിപ്റ്റിലും കാര്യങ്ങളിലൊക്കെ. അതും അത് തീരെ ഷോർട്ട് ലിവ്ഡ് ആയിരുന്നു ആ ടൈറ്റില്. അതും മറ്റേത് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് മാത്രം ആലോചിച്ചൊരു ടൈറ്റിലായിരുന്നു. അപ്പം എനിക്കറിയാം ഇതൊന്നും അല്ല സിനിമ, ഇതൊന്നും അല്ല അതിന് ഡിഫൈൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ മൂന്നാമതായിട്ട് എത്തിയ ടൈറ്റിലാണ് ഈ നാരായണീന്റെ മൂന്നാൺമക്കൾ എന്ന് പറയുന്നത്. അപ്പൊ അത് വൺസ് എനിക്ക് കിട്ടിയപ്പോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ആലോചിച്ചപ്പം ഇതാണ് സിനിമ എന്ന് എനിക്ക് തോന്നി. ഇതാണ് അതിനെ ഏറ്റവും എനിക്ക് എത്താൻ പറ്റിയിട്ടുള്ള ക്ലോസസ്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽ എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതിലൊരു ഇപ്പൊ ഈ നാരായണീന്റെ എന്ന് പറയുന്നതിലൊരു ചെറിയ നാട്ടുഭാഷയുടെ ഒരു ശൈലിയും മുഴുവനായിട്ട് ഈ സിനിമയെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നി. ഇതിന്റെ ഒരു ക്യാരക്ടറും ഒരു സ്വഭാവമൊക്കെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നി. ഈ സിനിമ തുടങ്ങണത് നമ്മുടെ സുരാജിന്റെ ക്യാരക്ടർ ഭാസ്കർ വരുന്നതാണ്. സിനിമ അവസാനിക്കുന്നതും ഭാസ്കർ തിരിച്ച് വീട്ടിലോട്ട് വരുന്നതാണ്. അപ്പോൾ എനിക്ക് അവിടെ ഉണ്ടായുള്ള ഒരു സാധനം, അവസാനം അതായത് ഈ അമ്മയെ നാരായണീനെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പം അവര് ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്, മീൻസ് അവർ സർവൈവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ അവസാനമായിട്ട് സേതുവിന്റെ ഒരു കോൾ വരുന്നു, ഭാസ്കർ തിരിച്ചു പോകുന്നു. അവിടെ ആക്ച്വലി അതിനും ഞാൻ കുറെ ഇന്റർപ്രിട്ടേഷൻസ് കണ്ടു. അതായത് മേ ബി അവിടെ സാധ്യത ഒന്നെങ്കിൽ നാരായണി മരിച്ചു, അല്ലെങ്കിൽ നാരായണി എഴുന്നേറ്റ് വന്നു. നാരായണീനെ നോക്കാം എന്ന് പറയുന്നത് സേതുവിന്റെ ക്യാരക്ടർ തന്നെയാണ്. സേതു നാരായണീനെ അവിടെ കൊല്ലുന്നു എന്നുള്ള രീതിയിലും ഞാൻ വായിച്ചു. ആക്ച്വലി അവിടെ എന്താണ് ഒരു ബെറ്റർ ക്ലാരിഫിക്കേഷൻ തരികയാണെങ്കിൽ? അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എനിക്കത് രസമായിട്ട് തോന്നിയ ഒരു ഡിസ്കഷൻ ആയിരുന്നു. അതിലും എനിക്ക് അറിയാമായിരുന്നു വേറിട്ട ഇന്റർപ്രിട്ടേഷൻസ് വരുന്നുള്ളത് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അത് കൃത്യമായിട്ട് എനിക്കൊരു ആൻസർ ഉണ്ട്. സ്ക്രിപ്റ്റിലും ഉള്ള എങ്ങനെയാണോ അത് എഴുതിയിട്ടുള്ളത് അങ്ങനെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തത്. അതിലൊരു സീരീസ് ഓഫ് ഇവന്റ്സ് ഉണ്ട്, അതൊന്ന് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എഗെയിൻ നമ്മൾ ഫസ്റ്റ് സംസാരിച്ച സെയിം പോയിന്റ്, നമ്മൾ ഡിഫറെന്റ് റീഡിങ്സ് അതിൽ വരുന്നുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെ തന്നെയാണ് അത് വന്നിട്ടുള്ളതും. അപ്പം തൽക്കാലത്തേക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ സിനിമ തിയേറ്ററിലെ ആൾക്കാർ ശ്രദ്ധിച്ചില്ല, OTT ഇറങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പൊ ഈ തിയേറ്ററിലെ ആൾക്കാർ ശ്രദ്ധിക്കാത്തതിൽ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നോ? ഇപ്പം തിയേറ്ററിൽ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് മുഴുവനായിട്ട് അംഗീകരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. കാരണം ആ സമയത്ത് ക്രിട്ടിക്കലി വളരെയധികം എക്ലെയിം കിട്ടിയ ഒരു സിനിമയായിരുന്നു. ഇപ്പം ആളുകൾ ഒരുപാട് തള്ളിക്കയറ്റം ഉണ്ടായില്ല, അതാണ് സത്യം. ക്രിട്ടിക്കലി ഇത്ര ഒരു സൈഡിൽ നിന്ന് വളരെയധികം റെസ്പോൺസും ഒരുപാട് ആളുകൾ കണ്ടു വിളിക്കുന്നു. എന്നിരുന്നാലും തിയേറ്ററുകളിലെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നായിരുന്നു.
ആള് തീരെ കുറവായിരുന്നു എന്നുള്ള റിയാലിറ്റി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഈ സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്ന തിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫുള്ളി കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ തന്നെ പോയാലേ അത് കിട്ടുള്ളൂ. അപ്പം അതിന് നമ്മൾ അതിൻ്റെ ഒരു വിഷ്വൽ ഡിസൈൻ ആണെങ്കിലും സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ഒക്കെ തന്നെ അത് തിയേറ്ററിന് വേണ്ടി ആലോചിച്ച് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പൊ ആൾക്കാരെ ഇങ്ങനെ പറയുന്നില്ല, അതായത് ചില സിനിമകൾ തിയേറ്ററിൽ കാണേണ്ട ആവശ്യമില്ല, ചില സിനിമകൾ തിയേറ്റർ വാച്ച് നിർബന്ധമാണ്, അങ്ങനെ ഒരു താരതമ്യപ്പെടുത്തി. അതെ, അതിലേക്കായിരുന്നു ഞാൻ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രാഗ്മാറ്റിക് ആയിട്ട് ചിന്തിക്കുവാണെങ്കിൽ ഇപ്പം ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പം ഒന്നാമത് ഒരുപാട് കണ്ടന്റ് വരുന്നുണ്ട്, അപ്പം തീരെ സെലക്റ്റീവ് ആവും ആളുകൾ. പിന്നെ തിയേറ്റർ ഗോയിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു പോകുന്ന ഒരു പ്രോസസ്സ് വളരെ എക്സ്പെൻസീവ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു 3-4 പേര് ഒരുമിച്ച് പോകുമ്പോൾ വരുന്ന ചെലവ് അത് വളരെ വലുതാണ്. അതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് സെലക്റ്റീവ് ആവും. അവിടെ ഒരുപാട് ക്രൈറ്റീരിയ വരും. എന്ത് കൈൻഡ് ഓഫ് സിനിമയാണ് തിയേറ്ററിൽ പോയി കാണേണ്ടതെന്നും എന്താണ് നമ്മൾ OTT-യിൽ വരേണ്ടത്, അങ്ങനെയുള്ള ഒരു ഡിഫറൻസിയേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ആ ഡിഫറൻസിയേഷനിൽ എൻ്റെ ഈ നാരായണി എന്ന് പറയുന്ന സിനിമ ചിലപ്പോൾ OTT വ്യൂവിങ്ങിന് വേണ്ടിയിട്ട് ആയിരിക്കും ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ ഇൻ റെട്രോസ്പെക്ട് ഇപ്പം OTT-യിൽ വന്ന് കാണുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പം OTT-യിലും ഒരുപാട് കണ്ടന്റ് വരുന്നുണ്ട്. അപ്പം അതിലും ആൾക്കാർ പിക്കിയായി തുടങ്ങിയിട്ടുള്ള ഒരു കാലമാണ്. പക്ഷെ അവിടെ ഈ ഫിലിമിന് ഒരുപാട് വ്യൂവർഷിപ്പ് കിട്ടുന്നതിലും ഇത്രയധികം ചർച്ചകൾ നടക്കുന്നതും ഒക്കെ അതൊക്കെ ഒരു വലിയ കാര്യമായിട്ടാണ് കരുതുന്നത്. താങ്ക് യു താങ്ക് യു സോ മച്ച്.